എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രൈസ്തവരെ ഉന്മൂലനാശം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുകയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, നിരാശകളും നഷ്ടങ്ങളും അനുഭവിക്കുക ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. കൂട്ടത്തോടെ പാരായണം ചെയ്യിപ്പിക്കുവാനും കൂട്ടത്തോടെ കൊന്നൊടുക്കുവാനും കൂട്ടത്തോടെ രക്തസാക്ഷിത്വം വരിപ്പിച്ച് കൊല്ലുവാനും ഒക്കെയും ക്രൈസ്തവരുടെ പിറകിൽ വലിയൊരു ശത്രു എന്നേക്കുണ്ടായിരുന്നു. ക്രൈസ്തവരാണ് ഈ സമൂഹത്തിന് ദോഷം ചെയ്യുന്നുവെന്ന് നിരൂപിച്ചിട്ടാണ് ഇവർ ഈ പ്രവണത ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ചിന്തിക്കുക, ക്രൈസ്തവരാണ് ഈ ലോകത്തിൻ്റെ സമൂഹത്തിൽ വെളിച്ചം പകർന്നതും അന്ധത മാറ്റിയതും വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതും ഭാഷകൾ പോലും അടിസ്ഥാനപരമായി വ്യാഖ്യാനപരമായി ഒരു മാലിൽ കോർത്തിട്ട മുത്തുപോലെ അടുക്കും ചിട്ടയുമായി ആ ഭാഷകളെ കൊണ്ടെത്തിച്ചതിൽ ഈ ക്രൈസ്തവ സമൂഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ക്രൈസ്തവർ അവർ ഭയങ്കര അരോചകമാണ്, ശല്യമാണ്. ഈ ക്രൈസ്തവർ അവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സമൂഹമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ ചിന്ത. ക്രൈസ്തവ ചെയ്ത നന്മകൾ, നല്ല അനുഭവങ്ങൾ ഇവരാരും ഓർക്കാതിരിക്കുന്നതല്ല. അവരുടെ ഇപ്പോഴത്തെ സംഘടനകൾ അതിന് അനുവദിക്കാത്തതാണ്. എന്തിനെ എത്രയും പറഞ്ഞെന്നറിയാമോ? ഈ കേരളത്തിൽ മറ്റ് നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെയും ക്രൈസ്തവരുടെ സുവിശേഷ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യകളിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ദേവദാസം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നൈജീരിയയിൽ ഓരോ ദിവസം തോറും അനേക ക്രിസ്ത്യാനികളെ ബോംബ് വെച്ച് കൊന്നുകൊടുക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു. സ്കൂളുകൾ ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെയും വല്ലാതെ ആക്രമിച്ച് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. എന്ന് പറഞ്ഞു വന്നത്, പാലസ്തീനിൽ ഇസ്രായേൽ അക്രമം അഴിച്ചുവിട്ടപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾ ഇവിടെ ഭയങ്കര സംഭവം ഉണ്ടാക്കിയായിരുന്നു. മുസ്ലിങ്ങളെ കൊന്നേ, മുസ്ലിങ്ങളെ തകർത്ത് കളഞ്ഞ്, മുസ്ലിങ്ങൾ ഉപദ്രവിച്ച് ഭയങ്കര മുതലക്കണ്ണിലായിരുന്നു പലസ്തീനായിട്ട് ഇസ്രായേൽ കൊന്നു കളഞ്ഞു വന്ന്. 1200 പേരെ ഇസ്രായേൽ തട്ടകത്തേർ കൊന്നതെന്ന് ഓർമ്മയില്ല. ഇന്ന് ഈ ക്രിസ്ത്യാനികളെ നൈജീരിയയിൽ ഓരോ ദിവസവും കൊന്നൊടുക്കുന്നു. വിദ്യാഭ്യാസം പോലും ചെയ്യാൻ പേടിച്ചുകൊണ്ടാണ് സ്കൂൾ കടന്നു പോകുന്നത്. സ്കൂളുകൾ നടത്തുന്ന അവിടുത്തെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളൊക്കെയും ഭയത്തോടുകൂടെയാണ് സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇവിടുത്തെ പോലെ വലിയ സാമ്പത്തിക നന്മയോ സാമ്പത്തിക ഉയർച്ചയുള്ള രാജ്യമൊന്നുമല്ല നൈജീരിയ. പാവപ്പെട്ട ഒരു രാജ്യമാണ് നൈജീരിയ. ഈ നൈജീരിയയിലാണ് ഇന്ന് ഈ നേരെ ആഹാരം കഴിക്കാൻ അവിടെ പറ്റുന്നില്ല. ഇവർ ആയുധം വാങ്ങാൻ അവർക്ക് കേശുണ്ട്. ഒത്തിരി കുട്ടികൾ പട്ടിണി അനുഭവിക്കുന്ന രാജ്യമാണ് നൈജീരിയ. ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഈ നൈജീരിയ. എന്നാൽ ഇന്ന് നൈജീരിയ കണ്ണുനീർ കടലായി തീർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരും കൊണ്ടല്ല, മുസ്ലിം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ഒറ്റ കാരണം കൊണ്ട് നൈജീരിയ ഇന്ന് സംഘടനക്കടലായി ആർത്തിരമ്പുകയാണ്. എന്തേ ഇതിനെതിരെ സംസാരിക്കുവാൻ ഇവിടെ ആരുമില്ലേ? നൈജീരിയക്ക് ഐക്യരാഷ്ട്ര സംഘടനകളുടെ രാജ്യത്തിൻ്റെ തലവന്മാർ എവിടെ? മുസ്ലിങ്ങള് ഒരാൾ മരിച്ചു വീഴുമ്പോൾ, ആരും മരിച്ചു വീഴുമ്പോൾ അവർക്ക് ജയ്യുയർത്തുന്ന SDP എവിടെ പോയി? പോപ്പുലർ ഫ്രണ്ട് എവിടെ പോയി? അവർ മനുഷ്യരല്ലേ. നിങ്ങൾ ഒരുവൻ മരിച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ണുനീര് കുതിർത്തിറങ്ങിയല്ലോ. നിങ്ങളെ കൂട്ടത്തുള്ളവന്മാർ ക്രൈസ്തവരെ കൊന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തേ കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നില്ലേ? നൈജീരിയ ഇങ്ങനെയാണ് പോക്കെങ്കിൽ നൈജീരിയയിൽ ഭയങ്കര വൃക്ഷം ഉടലെടുക്കാൻ കാരണമാണ്. സമയമായി. അനേകം മക്കളെ കൊന്നെടുക്കുന്നതേ, കുഞ്ഞു പിള്ളേർ പഠിക്കാൻ പേടി,
വീട്ടിൽ താമസിക്കാൻ വേണ്ടി ഗ്രാമപ്രദേശങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചെറിയ കുടില് പോലെ ഗ്രാമങ്ങളിൽ പാർക്കുവാൻ വേണ്ടി ഈ മുസ്ലിം എന്ന് പറയുന്ന അതിതീവ്രത സംഘടനയായ ഈ മുസ്ലിമുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന രാജ്യങ്ങൾ ഒരു രാജ്യമില്ല. മിക്ക രാജ്യങ്ങളിലും ഈ മുസ്ലിങ്ങളെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടിയ ജനം വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ഇവരെന്താ പ്രവണത, എന്താ അടിച്ചുകൂട്ടുന്നത്? ഇവർക്ക് പണിയൊന്നുമില്ലേ? പിന്നെ ഈ പ്രശ്നം അറിയാവോ? കൊന്നൊടുക്കിയാൽ അവിടുത്തെ ക്രൈസ്തവർ ഓടിപ്പോകുമെന്നും അവിടെ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കാമെന്നും മുസ്ലിം മെജോറിറ്റി വർദ്ധിപ്പിക്കാമെന്നുള്ള പ്രവണത ചിന്തയിലാണ് ഇവർ ക്രൈസ്തവർക്കെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സത്യം ഞാൻ പറയാം, ഈ ക്രൈസ്തവർക്കെതിരെ ഇറങ്ങിത്തിരിക്കുന്ന സമൂഹത്തിൽ പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ എതിരെ ഇറങ്ങിത്തിരിച്ച ആരും ജയം വരിച്ച ചരിത്രമില്ല. പിന്നെ ഇവിടെ മൗനമായിരിക്കുന്ന രാഷ്ട്രീയക്കാരന്മാരും മതാലൂനികളും പണ്ഡിതന്മാരും ഉസ്താദുമാരും ഒക്കെയും ഇതൊക്കെ ഒന്ന് സംസാരിച്ച് നന്നായിരിക്കും. പിന്നെ ക്രൈസ്തവരുടെ കാര്യം പറയണം, അവര് എന്താ പറയുക, ഇവിടെ നടക്കുന്ന ഏതെങ്കിലും കന്യാസ്ത്രീ ഉപദ്രവിച്ചാലോ ഒക്കെ പറയത്തുള്ളൂ. മറ്റേ ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ചാലോ ഒന്നും ഇവിടുത്തെ പച്ചന്മാർ, പാസ്റ്റർമാർ, പട്ടന്മാരോ ആരും വാ തുറക്കത്തില്ല, പ്രാർത്ഥിക്കത്തോലുമില്ല. ഒറ്റ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുക. നൈജീരിയക്ക് വേണ്ടി ഏത് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു? ഇവിടെ ഏത് സഭയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? ചുമ്മാ ഇതൊക്കെ വെറുതെയാ. അതുകൊണ്ട് ഇനിയും പ്രാർത്ഥിക്കുന്ന നൈജീരിയക്ക് വേണ്ടിയിട്ട്. സ്വാർത്ഥത കൂടിക്കൊണ്ടെന്നേ പോയെന്നേ. ഈ സ്വാർത്ഥത വിട്ടിട്ട് നമ്മൾ ഒരുവനാണ്, മനുഷ്യനാണ് ചിന്ത തോന്നി ആ നൈജീരിയയിൽ കഷ്ടാനുഭവിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ? ഈ മുസ്ലിം തീവ്രവാദത്തെ മാറ്റി നിർത്തിയാൽ ലോക സമാധാനം അനുഭവിക്കില്ലേ?